കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു മഹാപതനത്തിനാണ് CPIM സാക്ഷ്യം വഹിക്കുന്നത്. ചുവപ്പുകോട്ടകളിൽ വിള്ളലുകൾ വീഴുകയല്ല, മറിച്ച് ആ അടിത്തറ തന്നെ ഇളകി വീഴുകയാണ്. ചാനലുകളിൽ പാർട്ടിക്കായി നാവെടുത്തവർ മുതൽ മൂന്നാറിലെ തോട്ടം മേഖലയിൽ പാർട്ടിയെ നെഞ്ചിലേറ്റിയ കരുത്തരായ നേതാക്കൾ വരെ ഇന്ന് കാവി പുതയ്ക്കുന്നു. റെജി ലൂക്കോസിന് പിന്നാലെ ഇത് മൂന്നാറിലെ CPMന്റെ മുഖമായിരുന്ന മുൻ MLA AS രാജേന്ദ്രൻ BJPയിൽ ചേർന്നിരിക്കുന്നു. അട്ടപ്പാടിയിലെ പാർട്ടിയുടെ ആണിക്കല്ലായിരുന്ന VR രാമകൃഷ്ണനും പടിയിറങ്ങി. അഴിമതിയിൽ മുങ്ങിയ സർക്കാരും നേതാക്കൾ ഒന്നൊന്നായി പടിയിറങ്ങുന്ന കാഴ്ചയും കണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസും AKG സെന്ററും ഒരുപോലെ വിറയ്ക്കുകയാണ്. ഇത് CPM എന്ന പ്രസ്ഥാനത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണോ? എസ് രാജേന്ദ്രൻ BJPയിലേക്ക് പോകുന്നത് CPMന് താങ്ങാവുന്നതിലും വലിയ പ്രഹരമാണ്. ദേവികുളം മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 3 തവണ നിയമസഭയിലെത്തിയ വ്യക്തി, തോട്ടം തൊഴിലാളികൾക്കിടയിൽ പാർട്ടിയെ പടുത്തുയർത്തിയ രാജേന്ദ്രൻ താൻ ഇനി BJPയുടെ വികസന രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് ഇടുക്കിയിലെ CPMന്റെ രാഷ്ട്രീയ മരണവാർത്തയാണ്. അച്ചടക്കത്തിന്റെ പേരിൽ പുറത്താക്കിയും അപമാനിച്ചും നേതാക്കളെ അകറ്റുന്ന പിണറായി വിജയന്റെ ശൈലിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഇരുട്ടടിയാണ് ഇത്. റെജി ലൂക്കോസിനെ പരിഹസിച്ചവർക്ക് രാജേന്ദ്രന്റെ ഈ നീക്കം ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ ഷോക്കാണ്. റെജി ലൂക്കോസ് എന്ന ഇടത് സഹയാത്രികന്റെ BJP പ്രവേശനത്തെ ചാനൽ മുഖം എന്ന് പറഞ്ഞു പുച്ഛിച്ചു തള്ളിയവർക്ക് അട്ടപ്പാടിയിലെ മുൻ ഏരിയ സെക്രട്ടറി VR രാമകൃഷ്ണന്റെ പടിയിറക്കം വലിയ തിരിച്ചടിയായി. 42 വർഷം പാർട്ടിക്കായി ചോര നീരാക്കിയ രാമകൃഷ്ണനെ പോലെയുള്ളവർ വധഭീഷണി ഭയന്ന് BJPയിൽ അഭയം തേടേണ്ടി വരുന്നു എന്നത് CPMന്റെ ഇന്നത്തെ അവസ്ഥയെ വരച്ചുകാട്ടുന്നുണ്ട്. ദ്രവിച്ച ആശയങ്ങളുമായി കേരളത്തെ വൃദ്ധസദനമാക്കാൻ താനില്ല എന്ന് റെജി ലൂക്കോസ് പ്രഖ്യാപിക്കുമ്പോൾ അത് മാറ്റം ആഗ്രഹിക്കുന്ന ഓരോ ഇടത് അനുഭാവിയുടെയും ഉള്ളിലെ നോവാണ്. അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് സ്വന്തം ആളുകളെ പോലും ശത്രുക്കളാക്കുന്ന പാർട്ടി ശൈലിയാണ് ഇന്ന് തിരിച്ചടിയാകുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രമുഖരെല്ലാം ഒരേ സമയം പാർട്ടിയെ തള്ളിപ്പറയുന്നത്? ഇത്തരം ശബരിമല സ്വർണ്ണക്കൊള്ളയും പിൻവാതിൽ നിയമനങ്ങളും അഴിമതികളുമാണ്. പാർട്ടിയുടെ ഉന്നത നേതാക്കൾ പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന ഒരു കാലമാണ് ഇത്. നേതാക്കളിൽ പലരും ഇന്ന് ജയിലഴിക്കുള്ളിലാണ്. അവർക്ക് ജാമ്യം പോലും നൽകാൻ കോടതികൾ തയ്യാറാകുന്നില്ല. മന്ത്രിമാർക്ക് ജയിൽ ഉറപ്പായ വാർത്തകൾ പുറത്തു വരുമ്പോൾ പാർട്ടിക്കായി നെഞ്ചുറപ്പോടെ സംസാരിച്ചവർ പോലും ഇന്ന് നിശബ്ദരാക്കപ്പെടുകയോ പുറത്തു പോവുകയോ ചെയ്യുന്നു. അഴിമതിയിൽ മുങ്ങിയ ഒരു ഭരണകൂടത്തെ ന്യായീകരിക്കാൻ ഇനി അണികൾക്ക് പോലും സാധിക്കുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയ മുന്നറിയിപ്പ് വ്യക്തമാണ്. CPMന്റെ ഉറച്ച വോട്ട് ബാങ്കുകളിൽ വമ്പൻ വിള്ളൽ വീണു കഴിഞ്ഞു. റെജി ലൂക്കോസും S രാജേന്ദ്രനും രാമകൃഷ്ണനും കേവലം തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ BJPയിലേക്ക് പോകുമെന്ന വാർത്തകൾ AKG സെന്ററിലെ ഉറക്കം കെടുത്തുകയാണ്. അണികൾ പോയി, ഇപ്പോൾ നേതാക്കളും പോകുന്നു. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം കേരളത്തിൽ ഇടതുപക്ഷം തകർച്ചയിലേക്ക് നീങ്ങുകയാണ് എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഇത്. മുങ്ങുന്ന കപ്പലിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നവരെ പോലെ സഖാക്കൾ മാറുമ്പോൾ പിണറായി വിജയൻ പടുത്തുയർത്തിയ ഈ അഴിമതി സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകരുമോ? കേരളം ഉറ്റുനോക്കുകയാണ്.